ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചോറ്റാനിക്കര മുളന്തുരുത്തി ബൈപ്പാസിലുള്ള കൊളംബിയ ലാബിന്റെ റാഹോസ് EV ചാർജിംഗ് സ്റ്റേഷനിലാണ്. EV ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചെറിയ ഇൻവെസ്റ്റ്മെന്റിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ് കൊളംബിയ ലാബിന്റെ 30 kW EV ചാർജിംഗ് സ്റ്റേഷൻ. സിംഗപ്പൂർ IT സെക്ടറിൽ നിന്നും നാട്ടിൽ വന്ന് വിവിധ തരത്തിലുള്ള ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ഷാജി മാത്യു സാറിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സിൽ ഒന്നായിരുന്നു റാഹോസ് EV ചാർജിംഗ് സ്റ്റേഷൻ. നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാം. ഹായ് സാർ എങ്ങനെയാണ് ഈ EV ചാർജിംഗ് സ്റ്റേഷൻ എന്ന ഈ ഒരു ഐഡിയയിലേക്ക് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റുണ്ട്. അപ്പം അതിനോടനുബന്ധിച്ച് കുറേ എൻക്വയറീസ് ഒരു പുതിയൊരു സെഗ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയൊരു കുറേ എൻക്വയറീസ് ഇവിടെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം EV ചാർജിംഗ് സ്റ്റേഷൻ്റെ ഒരു ട്രെയിനിങ് സെക്ഷനിൽ അത് കൊളംബിയ ലാബാണ് കണ്ടക്ട് ചെയ്ത് ഇസാഫിൻ്റെ ബാങ്കിങ്ങിൻ്റെ സെഗ്മെൻറ്റിൽ കൊളംബിയ ലാബിലാണ് അത് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ആ ട്രെയിനിങ് സെക്ഷനിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുകയും അപ്പോൾ അതിൽ ലിജോ സാറാണ് അതിൻ്റെ ട്രെയിനിങ് സെക്ഷൻ എല്ലാം എടുത്തിരുന്നത്. അപ്പം അതിൽ ഞാൻ ലിജോ സാറിനോട്ട് എൻ്റെ ഒരു ഐഡിയ ഷെയർ ചെയ്തു. പിന്നീട് ലിജോ സാറുമായിട്ട് കൂടുതൽ സംസാരിച്ച് അപ്പം ഈ ബിസിനസ് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയായിരിക്കും, എല്ലാ ഡീറ്റെയിൽസും കൊളംബിയ ലാബിൻ്റെ ലിജോ സാർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ ഇത് ഫ്യൂച്ചറിലോട്ട് ഒരു ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വന്നത്. കൊളംബിയറായിട്ടുള്ള സാറിൻ്റെ ഒരു ജേണി എങ്ങനെയാണ്, അവരുടെ സപ്പോർട്ടും സർവീസൊക്കെ ഒന്ന് പറയാമോ? കൊളംബിയ ലാബ് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം തന്നെ അവരുടെ എക്സ്പീരിയൻസും അവരുടെ കോൺടാക്ട്സും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ട്രെയിനിങ് സെക്ഷനിൽ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവർക്ക് ഒരു ഡെപ്തായിട്ടുള്ള നോളജ് EV സെഗ്മെൻറ്റിലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് കൊളംബിയ ലാബിൻ്റെ ആ ടീമിനും മൊത്തം ടീമിനും അവർക്ക് നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നല്ലൊരു വെണ്ടറാണ്. ബാക്കി ഞാനത് ടേൺകീ പ്രൊജക്റ്റ് എന്ന രീതിയിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പം സ്റ്റാർട്ടിങ് ഫ്രം ബിഗിനിങ് അവരാണ് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തു തരികയും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതുപോലെ ഇത് സോഫ്റ്റ്വെയറായിട്ട് ഇൻറ്റിഗ്രേഷൻ ഉണ്ടായിരുന്നു. അത് ചാർജ് മോഡാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. അതും കൊളംബിയ ലാബ് തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാം ചെയ്തു തന്നിരിക്കുന്നു. അതുപോലെ ഏറ്റവും അവസാനം പ്രൊജക്റ്റ് ഫൈനലൈസ് ചെയ്ത ശേഷവും പിന്നെ അതിന് സബ്സിഡീസ് ഉണ്ട്. ഇത് സബ്സിഡി പ്രൊജക്റ്റാണ്. ഏറ്റവും അവസാനം സബ്സിഡി കിട്ടുന്നവരെയും അവരെല്ലാവർക്കും ഫോളോ അപ്പ് ചെയ്യുകയും എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടും ഈവൻ സബ്സിഡി കിട്ടിക്കഴിഞ്ഞിട്ട് കൊളംബിയ ലാബാണ് എന്നെ വിളിച്ച് പറഞ്ഞ് സബ്സിഡി പാസ്സായിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പം അന്നേരമാണ് ഞാനത് ബാങ്കിൽ ചെക്ക് ചെയ്തപ്പോഴാണ് അത് വന്നിട്ട്. അപ്പം അത്രയും ഒരു ആക്റ്റീവായിട്ട് തന്നെയായിട്ടാണ് കൊളംബിയ ലാബ് ആ പ്രൊജക്റ്റിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരായിട്ടുണ്ടായിരുന്നത്. EV ചാർജിംഗ് സ്റ്റേഷൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് EV ചാർജ് സ്റ്റേഷൻ വന്നതിന് ശേഷം ഉള്ള കസ്റ്റമേഴ്സിൻ്റെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്കറിയുന്ന പോലെ ചാർജിങ് ഒരു കസ്റ്റമർ വന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് മിനിമം ഒരു 30 to 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് പിന്നെ തീർച്ചയായിട്ടും മറ്റ് അമ്യൂണിറ്റീസ് അവർക്ക് പ്രയോജനപ്പെടുന്ന അമ്യൂണിറ്റീസ് കഫേ ആണെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു ഇടം കൂടിയാണ്. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ചാർജ് ചെയ്യും. അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നല്ല ഷോപ്പിംഗ് നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ അനുബന്ധിച്ചുള്ള അമ്യൂണിറ്റീസ് കഫേ ഉണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഹോട്ടൽസ് ഉണ്ട്. അവർക്ക് പോകാനുള്ള സൗകര്യങ്ങളും ഇതിനോടനുബന്ധിച്ചുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇത് ചോറ്റാനിക്കര ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പം ടെമ്പിളിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിലും പല പ്രാവശ്യം നമ്മുടെ കണ്ണൂർ സൈഡിൽ നിന്നൊക്കെ ആവശ്യപോലെ ആൾക്കാർ വരുന്നുണ്ട്. അവർ ചാർജിങ് സ്റ്റേഷനിൽ വണ്ടി ഇട്ടിട്ട് രാവിലെ വന്ന് തൊഴാൻ പോയിട്ട് തിരിച്ചു വന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നു. അങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം ഉള്ളത് കാരണം നല്ലൊരു ലൊക്കേഷനാണ്. ഇത് ചോറ്റാനിക്കര ബൈപ്പാസ് റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം കസ്റ്റമേഴ്സിന് കൂടുതലും പ്രയോജനപ്പെടുന്ന പ്രത്യേകിച്ച് കൂടുതൽ അമ്യൂണിറ്റീസ് ബാക്കി ചുറ്റുപാടും ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് ഈവനിങ് ആണെങ്കിലും ലോക്കൽ ഫുഡ്സൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. അപ്പം അങ്ങനെ കുറച്ചും കൂടെ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ ഷോപ്പിംഗ് ആണെങ്കിലും നടത്താൻ പറ്റിയുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉള്ള ഒരു പ്ലേസും ഷോപ്പിംഗ് മാളും എല്ലാം ഉള്ള ഒരു ഏരിയയാണ് ഇത്. സാർ ഇപ്പോൾ വിവിധ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ EV ചാർജിംഗ് സ്റ്റേഷനും ബാക്കിയുള്ള ബിസിനസ്സും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും പറയാമോ? എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് മറ്റ് ബിസിനസ്സുമായിട്ടൊരു കമ്പാരിസൺ പറയുമ്പോഴത്തേന് മെയിനായിട്ട് നമുക്ക് സ്റ്റാഫിൻ്റെ ഒരാവശ്യം ഈ ബിസിനസ്സിൽ വരുന്നില്ല. മറ്റേത് ബിസിനസ് ആണെങ്കിലും സ്റ്റാഫിൻ്റെ ഇൻവോൾവ്മെൻറ്റും അല്ലെങ്കിൽ മോണിറ്ററിങ്ങും എല്ലാം വരുന്നുണ്ട്. ഇത് കസ്റ്റമേഴ്സ് വന്ന് തന്നെ അവർ വന്ന് ചാർജ് ചെയ്ത് പോകുന്നു. 24 hours ഓണാണ്. അതൊരു സ്റ്റാഫുമായിട്ട് ഡിപ്പെൻഡൻസി ഇല്ല. അതിനേക്കാളും ഉപരിയായി വൺസ് നമ്മളൊരു പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ടൈമോ അല്ലെങ്കിൽ എഫേർട്ടോ അല്ലെങ്കിൽ അഡീഷണൽ എമൗണ്ട് നമുക്കിതിനകത്ത് മുടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല.
ഇത് നമ്മൾ ലോങ് ടൈം നോക്കുമ്പോഴത്തേന് പിന്നെ മറ്റു ബിസിനസ്സുമായിട്ട് കുറച്ച് നോക്കുമ്പോഴത്തേന് അത്രയ്ക്കൊരു ഹെഡേക്ക് ഇല്ല. നമുക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഡെയിലി അങ്ങ് പോകുന്നുണ്ട്. ബാക്കി എല്ലാ മോണിറ്ററിങ് ആണെങ്കിലും ഓൺലൈനിലാണെങ്കിലും മോണിറ്ററിങ് എല്ലാം നടക്കുന്നത്. അപ്പം മറ്റും ബിസിനസ് പോലെ അല്ല, എന്ന് ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകും. മറ്റു ബിസിനസ് നമുക്ക് ഏറ്റവും പ്രധാനം വെച്ചാൽ നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ആണ്. ഏത് ബിസിനസ് ആണെങ്കിലും നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ആണ് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമേഴ്സ് വന്ന് ഇത് തന്നെ മാനേജ് ചെയ്യുന്ന പോലെ എന്നുള്ള നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്നൊക്കെ വലിയ കാര്യമായിട്ട് വരുന്നില്ല. അപ്പം എല്ലാം കൊണ്ടും നമുക്കൊരു പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, എല്ലാം ഉള്ളവർക്കെല്ലാം പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഇത്. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എക്സിക്കോമിൻ്റെ 30 kW DC ഫാസ്റ്റ് ചാർജ് ആണ്. അപ്പോൾ സാർ അത് ചൂസ് ചെയ്യാനുള്ള കാരണം? അത് രണ്ട് കാര്യമാണ്. ഒന്ന് സ്പേസ് കൺസ്ട്രെയിനും അല്ലെങ്കിൽ ബഡ്ജറ്റ്. ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിലാണ് 30 കിലോമീറ്റേഴ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഞാൻ സൂചിപ്പിച്ച പോലെ സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ഇതിപ്പം സിംഗിൾ ഗണ്ണിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ മാനേജ് ചെയ്താൽ മതി. പിന്നെ KSBയുടെ ആണെങ്കിലും അപ്രൂവൽ അങ്ങനെ മറ്റ് ഹഡിൽസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ, പ്രത്യേകിച്ച് ഒരു തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒരു കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് 30 kW ആണ്. അതുകൊണ്ടാണ് ഒരു സ്റ്റാർട്ടിങ് ബിഗിനിങ് ഒരു സ്റ്റേജിലാണ് 30 kW സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ഇൻ കേസ് നമ്മുടെ പിന്നെ ബിസിനസ് ഗ്രോ ചെയ്യുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസസും, ഈവൻ ഇതിപ്പം പുതിയ മോഡൽ അവരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഗണ്ണായിട്ടുള്ള ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ എക്സിക്കോമിലും കൂടുതലുണ്ട്. അപ്പം ഞാൻ ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ ഒന്ന് തുടങ്ങിയതാണ്. അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് 30 kW മെഷീൻ എന്ന് തോന്നുന്നു. സാർ ഇപ്പോൾ EV ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസത്തിന് മുകളിലായി. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ? മെയിനായിട്ട് ഇതൊരു ലോങ് ടൈം പ്രൊജക്റ്റ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു പിന്നെ പ്രൊജക്റ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റ് ഹഡൽസ് ഒന്നുമില്ല. മറ്റ് വൺസ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ വെൻഡേഴ്സ്, കൊളംബിയർ ലാബ് പോലെ വെൻഡേഴ്സ് ആണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഹെഡേക്കും ഇല്ല. അവരെല്ലാ കാര്യത്തിലും മുൻകൈ എടുത്തിട്ട് എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ കൊളംബിയർ ലാബിൻ്റെ നമ്മളിത് മെഷീൻസ് എക്സിക്കോമിൻ്റെ ആണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന ചാർജ് മോഡിൻ്റെയാണ്. ഇൻ കേസ് നമുക്ക് അത് ചാർജ് മോഡിൻ്റെ ആപ്ലിക്കേഷൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും കൊളംബിയർ ലാബ് പറഞ്ഞിട്ടുണ്ട് നമുക്കത് പിന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതുകൊണ്ട് ഡിപ്പെൻഡൻസി ഇല്ല. നമുക്ക് പിന്നെയും തീരുമാനിക്കാം എന്നൊരു ചാൻസസ് ഉണ്ട്. അപ്പം പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് പിന്നെ അതാണ് നമ്മൾ ഏത് വെൻഡറിനെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. ഏത് ബിസിനസ് ആണെങ്കിലും വെൻഡർ സപ്പോർട്ടാണ് മെയിനായിട്ടുള്ളത്. അപ്പം അത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് കൊളംബിയർ ലാബ് തീർച്ചയായിട്ടും ഒരു 100% സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ. അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഓപ്ഷൻസും നമ്മൾ പിന്നെ ആപ്ലിക്കേഷൻസ് നമ്മൾ ടൈപ്പ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ പിന്നീടാണെങ്കിൽ ഏതെങ്കിലും റീസൺ വെച്ച് പ്രൈസിൻ്റെ കാര്യത്തിൽ എന്ത് റീസൺ വെച്ച് നമുക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ അപ്പം ഇതിൽ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സ്വിച്ച് ചെയ്യാം. അപ്പം എന്തുകൊണ്ടും ഞാൻ മെൻഷൻ ചെയ്തത് തന്നെയാണ് നമ്മുടെ വെൻഡർ ഏതാണെന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും. അപ്പം പുതിയതായിട്ട് ഒത്തിരി വെൻഡേഴ്സ് ഇപ്പം വരുന്നുണ്ട്. പക്ഷേ അവരുടെ സപ്പോർട്ടൊക്കെ ഏത് രീതിയിലാണെന്നുള്ള എന്നെ സംബന്ധിച്ചാലും ഞാനത് 100% സാറ്റിസ്ഫൈഡ് ആണ്. കൊളംബിയർ ലാബിൻ്റെ സർവീസും അവരെല്ലാം മോണിറ്റർ ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വെൻഡർ തന്നെയാണ് ഈ കൊളംബിയർ ലാബ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് കൂടിയാണ്. ഹായ് സാർ, സാറിൻ്റെ പേരെന്താണ്? ഗൗതം. സാർ ഇപ്പോൾ എത്ര നാളായി EV എടുത്തിട്ട്? ഒരു 2 മാസം. EV ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്? കുഴപ്പമില്ല, ടാക്സി ആയിട്ടാണ് ഉപയോഗിക്കൽ. ഇപ്പോൾ പെട്രോളിനെ അപേക്ഷിച്ച് ലാഭമാണ്. ടാറ്റയുടെ ടിയാഗോ യൂസ് ചെയ്യുന്നത് 200-250 റേഞ്ച് കിട്ടും ഒറ്റ ചാർജിൽ. കുഴപ്പമില്ല. റാവോ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുള്ള EV ചാർജിങ് സ്റ്റേഷനിൽ എപ്പോഴും വരാറുണ്ടോ? എന്താണ് അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ്? റെഗുലറായിട്ട് ഇവിടെ തന്നെ വരാറ്. ഇവിടെ ആകുമ്പോൾ റൂഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെയിലൊക്കെ കൊള്ളാണ്ട് നല്ലൊരു സൈഡാക്കി. പിന്നെ ഫുഡ് കഴിക്കാനാണെങ്കിൽ അടുത്ത് കടയുണ്ട്. അപ്പം അധികം ഇവിടെ തന്നെ വരാറ്. നിങ്ങളും EV ചാർജിങ് സ്റ്റേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ചാർജിങ് സ്റ്റേഷനെ കുറിച്ചുള്ള ഡൗട്ടുകളോ എൻക്വയറികളോ ഉണ്ടെങ്കിൽ കൊളംബിയർ ലാബുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്.